ഇപ്പോഴത്തെ കേരളത്തിന്റെ സാഹചര്യം വെച്ച് നോക്കിയാലും സെയിം തന്നെയാണ്. പിണറായി സർക്കാരിന്റെ വികസനങ്ങളെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. അത് ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇനി അവിടെ ജയിക്കാൻ സാധ്യത സുരാജ് തന്നെയാണ് ജയിക്കുള്ളൂ. മറ്റാരും ജയിക്കാനത് യാതൊരു ഇതുമില്ല. കാരണം കോൺഗ്രസും BJP-യും അവരെ ഒരു നാടകമാണ് അവിടെ നടന്നിട്ടിരിക്കുന്നത്. മുസ്ലിം ലീഗും അതിന്റെ കൂടെയാണ്. ഏത് സമയം മറ്റുള്ള പാർട്ടിക്കാരെ നമ്മൾ ജയിപ്പിച്ചാലും, കോൺഗ്രസ്സുകാരെ ജയിപ്പിച്ചാലും ഏത് നിമിഷം വേണമെങ്കിലും എടുത്ത് ഇപ്പുറത്ത് ചാടാൻ തയ്യാറുള്ളവരാണ്. സുരാജിനെ പോലത്തെ ഒരു ശക്തമായ ഒരു നേതാവ് അവിടെ ആവശ്യവുമാണ്. അപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ അടുത്തൊരു ഘട്ടത്തില് സുരാജ് ആയിരിക്കാം കേരളത്തിന്റെ ഭരണാധികാരിയായിട്ട് വരാനുള്ള ഒരു ചാൻസും കൂടെ ഉള്ളതാണ്. LDF-നെതിരെ അഥവാ മലയോര പ്രദേശങ്ങളിലെ ആളുകളെ വഞ്ചിച്ചാണ് പിണറായി സാഹിബ് വളരുന്നത് എന്ന് ആരോപിച്ചാണ് LDF വിട്ടുകൊണ്ട് അൻവർ മാറിയത്. എങ്കിൽ അതിനെ പ്രതിനിധീകരിക്കുന്ന രാജ്യം ജയിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു പ്രസ്ഥാനം പറഞ്ഞാൽ ഇപ്പൊ ഏത് പാർട്ടിക്കാർ ഭരിച്ചാലും അതിൽ കുറ്റം പറയാൻ വേണ്ടി ആൾക്കാരുണ്ടാവും. നിഷ്പക്ഷമായതും ഉണ്ടാവാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാം. ഇപ്പൊ ഈ അൻവർ കാണിച്ചത് എന്താണ്? അൻവർ രാജിവെച്ചു, വീണ്ടും അൻവർ സ്വയം ഒരു പാർട്ടി ഉണ്ടാക്കണമെങ്കിൽ അത് രാഷ്ട്രീയ കൊതിയല്ലേ. അപ്പം മിക്കവാറും അത് ഒരു സ്വാഭാവികമായിട്ട് ആ വാക്കിനൊരു പ്രസക്തി ഇല്ല. അത് നമ്മൾ സംശയമില്ലാത്ത കാര്യം. അദ്ദേഹം ജയിക്കുള്ളൂ അവിടെ 100% ഓപ്പൺ ജയിക്കും. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. അൻവർ ജയിക്കാൻ കാരണം അൻവറിന് അവിടെ ഒരുപാട് ഡാൻസുകൾ നാടകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അൻവർ അത് അവന്റെ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ, അവനുള്ള എന്ത് കുഴപ്പമാണെന്ന് അറിഞ്ഞൂടാ. അൻവർ ജയിക്കും വന്നത്, അല്ലെങ്കിൽ വരൂല്ലായിരുന്നു. അല്ലെങ്കിൽ അവൻ മാറുകയും വേണ്ട, നിൽക്കുകയും വേണ്ടായിരുന്നു. ജയിക്കുമെന്നുള്ള ഉറപ്പാണ് നമുക്ക്. ഇപ്പോൾ നിലമ്പൂരിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞ ആര്യാടൻ ഷൗക്കത്തിന് കൂടുതൽ വിജയ സാധ്യതയാണ്. സ്വരാജ് ഇടതുപക്ഷത്തിലൊരു നല്ല സ്ഥാനാർത്ഥിയാണെങ്കിലും ഇവിടെ LDF-ന്റെ ദുർഭരണത്തിനെതിരെയുള്ള ജനങ്ങളുടെ വിധിയെഴുത്തായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. അൻവർ കുറച്ച് വോട്ട് പിടിക്കും എന്നുള്ളത് ഉറപ്പാണ്. മറ്റുള്ളവർ സാഹചര്യത്തിൽ നമ്മളെ ഉപതെരഞ്ഞെടുപ്പുകൾ ഏറ്റവും കൂടുതൽ മുൻഗണന കിട്ടുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ UDF-നാണ് കുറച്ചുകൂടുതൽ മുൻതൂക്കം. ഇപ്പോഴത്തെ ദുർഭരണം എന്ന് പറഞ്ഞാൽ 9 വർഷം കൊണ്ട് ഇവരെന്താണ് ചെയ്തതെന്ന് ഇവർക്ക് അറിയത്തില്ല. എല്ലാ നികുതികളും കൂട്ടി, കറണ്ട് ബില്ല്, വാട്ടർ അതോറിറ്റിയുടെ ബില്ലുകൾ, ഏത് മേഖലയിൽ നമ്മൾ പോയാലും നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കേരളത്തിൽ. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പിണറായിയുടെ ഭരണത്തിന്റെ കഴിവില്ല. അത് അൻവറിനെ നമ്മൾ ഒരു മുഖവിലേക്ക് എടുക്കുന്നില്ല. അൻവർ രാജിവെച്ച് പോയിട്ട് വീണ്ടും അവിടെ